കല്യാണം കഴിഞ്ഞ ശേഷം ഇവർ ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. സുഖമാണോ? എടാ ഞാൻ ഉച്ചവരെ ഹോസ്പിറ്റലിലായിരുന്നു. എന്തു പറ്റി? BP കൂടി. ഇവിടെ തല ഇറങ്ങിയൊക്കെ വീണെന്ന്. കല്യാണം പെണ്ണിരിക്കുന്ന അവസ്ഥ ഉണ്ടോ? ആരാ കണ്ണു? പക്ഷെ ഇന്ന് നടത്താൻ വെച്ചിരുന്ന പ്രോഗ്രാം എല്ലാം നാളെ റിസപ്ഷന് നമ്മൾ അടിച്ച് കലക്കി തരുന്നതായിരിക്കും. വെൽക്കം ബാക്ക്. ഇപ്പൊ നമ്മള് തലേന്ന് നിൽക്കുവാണ്. ഇപ്പൊ നാളെ കല്യാണത്തിന് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മുടെ നന്ദന ടീച്ചറിന്റെ കല്യാണത്തിന് ശേഷം കസിനായ ദേവി കൃഷ്ണ ടീച്ചറിന്റെ കല്യാണമാണ്. സോ ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഗോകുലിൻ്റെ വീട്ടിലാണ്. ഞാനുണ്ട്, നിഹാസ് ഉണ്ട്, ഗോകുലുണ്ട്. നമ്മളെല്ലാവരും കൂടെ നേരെ അങ്ങോട്ട് പോകാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഞാനും ഗോകുലും ബേക്കിൽ നിഹാസും കൂടെ നേരെ നമ്മൾ പോകാൻ പോകുന്നത് എവിടെയാണ് നിഹാസേ? ദേവിഷ്ണയുടെ കല്യാണം. എന്താ ഒരു മരണ വീട്ടിലെ പ്രകൃതി. ഇവിടെ ഒരു ജാഥക്കുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഫീല് അകത്ത് കയറിയാലേ അറിയത്തുള്ളൂ. എന്നിട്ട് നമ്മളെല്ലാവരും വെളിയിൽ നിൽക്കുന്നുള്ളൂ. കുറെ നേരം അകത്ത് നല്ല തിരക്ക്. ഗൈസ് കല്യാണം കഴിഞ്ഞ ശേഷം ഇവർ ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. സുഖമാണോ? എല്ലാരും ചോദിക്കല്ലേ സുഖമാണോ എന്ന്. ചേട്ടൻ എങ്ങനെയുണ്ട് ഇവിടെ കിട്ടിയതിനു ശേഷം? ചെറുതൊന്നല്ല, വലുതാ. ഷോക്ക് അടുപ്പിച്ചാ മതി. അങ്ങനെ ഫ്രണ്ട്സൊക്കെ അതുകൊണ്ടാ? ഓക്കെ, നമുക്ക് അകത്ത് പോയിട്ട് ബാക്കിയുള്ളവരെ കാണാം. ഗൈസ് ഇതാണ് നമ്മുടെ ദേവിക. നമ്മൾ കണ്ടിപ്പോ വീട്ടിലെത്തിയുള്ളൂ. എല്ലാരും ഇവിടെ നിൽക്കുന്നത്. തേച്ച് കാണിക്കേടി. നമ്മളെ കാത്തിരിക്കണു, ഫുഡ് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു നോക്കിയപ്പോ എല്ലാരും വെട്ടി വിഴിക്കണു ഗൈസ്. കേട്ടാ കാത്തിരുന്നത്? എവിടെയാടി കാത്തിരുന്നത്? ഇതാള് മാറിപ്പോയി. വെട്ടി വഴിങ്ങിട്ടിരിക്കുക. ഒരെണ്ണം മതി നോക്കി. എന്നാ അപ്പുറത്തെടുത്ത് കൊടുക്കേ. എന്താടാ? എനിക്കൊന്നും പോരാ, കുറച്ച് വരട്ടെ. മതി മതി. നീ പറയുന്ന പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം. പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാം. തിരുമുന്നിലായി പതുങ്ങുന്നിതാ, മടിക്കുന്നിതാ നിന്റെ താളത്തിൽ തുള്ളാൻ അംശമായി തീരാനേ. പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം. പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാം. പാതാളം ഊരായാലും നീ എന്നെ വിളിച്ചാലും ആഷാഢം. ഏത് തമ്മ പെണ്ണെന്നെ കടിച്ചാൽ ഞാൻ മുളകായി മാറും. പിന്നവനെറിഞ്ഞാൽ ഇണയായി ഒരു ചിരയും ചാർത്തും മനസ്സിലെ. ഫൈനലി ഇപ്പൊ ഞാനും അഹസിനും ഉണ്ട്. സിപ്രസാദ് ഓൺ ദ വേ ആണ്. നിഹാസിനെ വിളിച്ചപ്പം അന്നത്തെ പോലെ തന്നെ അവൻ പറയുന്നു വരാന്ന് വരാതിരിക്കുക എന്നൊക്കെ പറയുന്നത്. എനിക്കറിയൂടെ ഗൈസ്. സോ ഇപ്പൊ ഞാനും അഹസിനും കൂടെ നേരെ പണിമൂല ദേവീക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. 10 മണിക്കാണ് കല്യാണം. അതെ അതെ, വഴിയൊക്കെ തെറ്റി ഗൈസ്. വഴിയൊക്കെ തെറ്റി നമ്മളിവിടെ വന്നിറങ്ങി. ഈ പണിമൂലയിലോട്ട് പോവുകയാണ്. അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ വന്ന വെച്ചിട്ടില്ലേ അവിടെ സ്വീകരണം നടക്കും. சேர்க்கும் வீர மாறா காதல் மாற பூவோர் ஏங்கும் வீர பாவோர் போற்றும் வீர உறைவாழரை தாங்க
தாங்க பலவாய மையாள வருவாய் களம் ஏற 1000 வேளம் போல போர்க்களம் சேரும் சோழ வேந்தா ராஜராஜ வாராய் வாகை சூட வீரா ராஜ வீர சூரா தீர சூர ഫുഡ് കഴിക്കാനായിട്ട് കയറി. നല്ല ഒരു ബോൺ അപ്പറ്റീറ്റ്. അങ്ങനെ ഗൈസ് ദേവേഷിയുടെ കല്യാണം കഴിഞ്ഞ് നമ്മളിതാ പടിയിറങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് അപ്പ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബൈ. ഹലോ ഗൈസ്. ചേച്ചി ഇത്തിരി ചോറ് തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കുവേ. ഗൈസ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ വന്നപ്പോൾ പറഞ്ഞു ഒരു മരണ വീട് കണക്കത്തെ ഫീൽ എന്ത് കാര്യം എന്നൊക്കെ. അവിടെ പാട്ടും ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. കാരണം എന്തടിയെന്ന് വെച്ചാൽ എടാ ഞാൻ ഉച്ച വരെ ഹോസ്പിറ്റലിലായിരുന്നു. എന്തു പറ്റി? BP കൂടി വന്ന് വീണ് അങ്ങനെ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പം റിക്കവറായിട്ട് വന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ
പക്ഷെ ഇന്ന് നടത്താൻ വെച്ചിരുന്ന പ്രോഗ്രാം എല്ലാം നാളെ റിസപ്ഷന് നമ്മൾ അടിച്ച് കലക്കി തരുന്നതായിരിക്കും നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നാളെ അതിലോട്ട് കാണാൻ പോകാം ഗൈസ്. അങ്ങനെ ഗൈസ്, ഞാനുണ്ട്, ഗോകുലുണ്ട്, നിഹാസ് ഉണ്ട്, നമ്മളെല്ലാവരും കൂടി വണ്ടിയിലുണ്ട്. ഇനി നമ്മൾ ഭയങ്കര പോകാൻ പോകുന്നത് എങ്ങോട്ടാണ് ഗോകുലെ? ദേവകൃഷ്ണയുടെ